ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിതാ ഞങ്ങളെല്ലാവരും കൂടെ മൂകാംബികയിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ ഫാമിലിയുണ്ട്, ഹസ്ബൻഡിൻ്റെ ഫാമിലിയുണ്ട്. അൻവീൻ അവിടെ നിന്ന് അരിയിൽ എഴുതിക്കാൻ നമുക്ക് നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 6:10 കേട്ടോ ഞങ്ങളുടെ ട്രെയിന്. ഞങ്ങളൊരു 5:30 ആകുമ്പോഴേക്കും തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ ഇത്ര ദൂരം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നോട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും കഴിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ കയ്യിലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൻവി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളിതാ മുന്തിരി കഴിക്കുന്നുണ്ട്. ഈ അടക്കും ഒതുക്കും വിനയും ഒക്കെ ഇപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അലമ്പാണ് അവന് 3 വയസ്സാവാൻ പോവാന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എത്ര പെട്ടെന്നാണ് കൊല്ലം പോകുന്നത്. അവനിത്ര ചിരിക്കാൻ മാത്രം കോമഡി ഒന്നും അവിടെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അവൻ എന്തിനാണ് ചിരിക്കുന്നത്, എന്താ കളിക്കുന്നതെന്ന് അവന് പോലൊരു ധാരണ ഇല്ല. എല്ലാവർക്കും ഒന്ന് ഉറങ്ങാൻ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആളിങ്ങനെ കളിക്കുന്നതുകൊണ്ട് ആർക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കോഴിക്കോട് വരാം, വണ്ടിയെടുത്ത് കോഴിക്കോട് വരെ പോകേണ്ടി വരും. അപ്പോൾ അത്ര ആളുകൾ അഞ്ജന, നന്ദന, ആദിൽ മുഹമ്മദ്, നിജാമറിയ, അപ്പു, മിന്നു, ആദു, അപ്പു, തപ്പുടു, കൊല്ലു, അപ്പൂസ്, മിന്നു, ഇത്രയുള്ള ഒന്നും കൂടി എല്ലാവരും വിളിക്കുമോ? ഭക്ഷണിക്കണ്ടാണോ? ഭക്ഷണിക്കില്ല അറിയാം. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്തോ. ഫോൺ നമ്പർ 90 37 79 14 35. രാത്രി ഒരു 8:30 മണി കഴിയുമ്പോൾ വിളിക്കുക. അപ്പോൾ പൂച്ച സ്ഥരാജ് വരും. പൂച്ച പതുങ്ങിയിട്ടാണ് വരിക. അങ്ങനെ പൊക്കും. അപ്പോൾ ബിരിയാണി ചെമ്മിൻ്റെ പാത്രത്തിനകത്തിടും. പിന്നെ കടന്ന് ഒച്ചയും. പിന്നെ ഇപ്പം കരുതാനൊന്നും ആള് കേൾക്കില്ല. അത് അങ്ങനെയാകുമ്പോൾ പിള്ളേരെ പിടിക്കില്ല. ചാക്കില്ല, ബിരിയാണി ചെമ്പ്. ട്രെയിനിൽ പേഴ്സ് വയ്ക്കാൻ വന്ന ആളാണ് കേട്ടോ അത്. അവൻ്റെ കളി കണ്ടപ്പോൾ അവർ നന്നായിട്ട് അവനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അഭിനയിച്ച് കിടക്കല കേട്ടോ. പിന്നെ ഈ ചായ കൊണ്ടുവരുന്ന ആളെയും വെള്ളം കൊണ്ടുവരുന്ന ആളെയൊക്കെ കാണുമ്പോൾ ഇതേപോലെ അഭിനയിച്ച് കിടക്കും കേട്ടോ. എങ്ങനെയാണ് സ്പോട്ടിൽ ഇതേപോലെ അഭിനയം വരുന്നതെന്നുള്ളതൊന്നും അറിയില്ല. ഉറക്കം നടിച്ച് അതേപോലെ കണ്ണടച്ച് കിടക്കും. അപ്പോൾ അവൻ്റെ അച്ഛൻ മുകളിലുണ്ടായിരുന്നു. പിന്നെ അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആക്കി കൊടുത്തു. അവിടെ നിന്നിട്ട് ആൾക്കൊരു സമാധാനം ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അടയും ചപ്പാത്തിയായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോഫി വാങ്ങി കേട്ടോ. എല്ലാവരും അങ്ങനെ കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. ട്രെയിനിലെ കോഫി ചായ അട്ടർ ഫ്ലോപ്പാണ് കേട്ടോ. പിന്നെ ഗതികേടുകൊണ്ട് കുടിക്കുക. അങ്ങനെ കുറച്ച് പച്ചമുന്തിരി ബാക്കിയുണ്ടായിരുന്നു. അത് അച്ഛനും മോനും കൂടി ഇരുന്ന് തിന്നുന്നുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ്റെ അച്ഛൻ അപ്പുറമായിരുന്നു ഇരുന്നത്. എന്നോട് പോകാൻ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനോട് അവിടെ തന്നെ കുത്തിരിക്കാനാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും എന്നെ പുറത്താക്കി. എൻ്റെ ഡെലിവറീൻ്റെ മുമ്പ് വരെ മൂകാംബിക അമ്പലത്തിൽ പോകണമെന്നോ അവിടെ ഞാൻ എന്തെങ്കിലും എത്തുന്നോ അല്ലെങ്കിൽ ആ അമ്പലത്തിനെക്കുറിച്ചോ ഞാൻ ചിന്തിക്കാറില്ല കേട്ടോ. എനിക്ക് ആ അമ്പലത്തിൻ്റെ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. അവൻ ഉണ്ടായിക്കഴിഞ്ഞ് ഇങ്ങനൊരു നേർച്ച ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അമ്പലത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയത്. അന്വേഷിച്ച് വന്നപ്പോൾ എനിക്കൊരു ചെറിയ ഇഷ്ടം തോന്നി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ ദേവി ആഗ്രഹിക്കാതെ ആരും ആ നടയിൽ എത്തൂല എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ യാത്രയ്ക്ക് എന്തെങ്കിലും മുടക്കം വരുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ.
ഉച്ചയ്ക്ക് വെജ് ബിരിയാണി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ട്. അങ്ങനെ അതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് മംഗലാപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ ട്രെയിൻ മാറി കയറുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്, പിന്നെ ട്രെയിനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാലിക്കറ്റിൽ നിന്ന് മൂകാംബികയിലേക്കുള്ള ട്രെയിനൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം ബുക്ക്ഡ് ആയിരുന്നു കേട്ടോ, സീറ്റൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടും ആൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. ആൾ തീരെ ഒന്നും ഇരുന്നിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഓടി നടക്കിയിരുന്നു. എന്നോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ്റെ പിന്നാലെ ഓടാനാണ് കേട്ടോ, അവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ട്രെയിൻ എടുക്കാൻ സമയമായിട്ടില്ല, അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് മൂകാംബിക വിസിറ്റ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരു യുദ്ധത്തിനൊക്കെ ശേഷം ആൾ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഏതായാലും മൂകാംബിക പോവില്ല, അതുകൊണ്ട് കുടജാദ്രിയും കയറണമെന്ന് ഞങ്ങൾ ഇവിടുന്നേ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ആകെയുള്ള സമാധാനം ഒരു 3 days അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടുന്ന് 1 kilometer നടന്നാലാണ് കേട്ടോ ബസ് കിട്ടുക. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു പെട്ടെന്ന് ഇതിൽ കയറിക്കോ, പിന്നെ 6:45 ബസ്സുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ആ കിട്ടിയ ബസ്സിൽ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂകാംബിക എത്തി. ഇനി റൂം എടുക്കണം, അമ്പലത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.